6 രൂപ 12 രൂപയ്ക്ക് ഫോട്ടോ വെച്ച് പോവാം, നിന്ന് ആസ്വദിക്കാം. ഫോട്ടോ കാറ് വന്ന് ഇറങ്ങുന്ന ജങ്കാറ് വന്ന് ലാൻഡ് ഓടാണ് എൻ്റെ മോനെ ശ്രാദ്ധൻ ചില സമയത്ത് ഒരു 3-4 സെന്റിമീറ്റർ മാറും. അത് അപ്പോൾ ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്, വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ കുമ്പളങ്ങി പോയി, ആ ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്, പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് 2 കമ്പനിക്കാർ പുതിയതായി, ഓല ആ വീഡിയോയിലുണ്ട്. ഇനി ഇവിടെ കുറച്ച് കമ്പനിക്കാരും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് വന്നിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചിൻ വീഡിയോസിന് ഞങ്ങളൊരു പരമ്പരയായിട്ട് ഒരു ചന്ദനമഴ ഇതൊക്കെ പോലെ ചന്ദനമഴ വിജയിപ്പിച്ച പോലെ ഞങ്ങളെ പരമ്പര നിങ്ങൾ വീക്ഷിക്കണം. കുടുംബ പ്രേക്ഷകർ, കുട്ടികൾ, വലിയവർ, ചെറിയവർ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സംഭവം മറ്റേ ഇതൊക്കെയാണല്ലോ, എന്തെന്ന് പാർട്ടി എന്തെങ്കിലും ഇലക്ഷൻ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ വലിച്ചു കിട്ടാൻ പോകില്ല. ഇനിയുള്ള വീഡിയോ കണ്ടന്റ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഇന്ന സ്പോട്ട് കാര്യങ്ങളൊന്നുമില്ല, കൊച്ചിയിൽ എന്തൊക്കെ ഞങ്ങൾ കാണുന്നോ അതൊക്കെ ഈ ക്യാമറയിലുണ്ടാവും. അതൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക. അവിടുന്ന് ഇവിടുന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ആരാധക ലക്ഷങ്ങൾ എന്ന് ഞങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഫോർട്ട് വെച്ചിലേക്ക് പോകുന്നു. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോ ഇവിടെ ഇങ്ങനെ വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് നമ്മൾ കാണുന്നവരെയൊക്കെ പരിചയപ്പെട്ട് ഇവിടുത്തെ ആൾക്കാർ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം എന്നുള്ള ബേസ് പരിപാടി നിർത്തിയിട്ട് എന്താണോ ഞങ്ങൾക്ക് കിട്ടുന്നത് അത് മൊത്തം ഞങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന സാധനങ്ങൾ നിങ്ങൾ എടുക്കുക, ആവശ്യമില്ല. അതിൽ അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ പറയുക, ഞങ്ങൾ മാക്സിമം കട്ട് ചെയ്യും. ഇനി അഥവാ കട്ട് ചെയ്യാണ്ട് പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് ക്ലിയർ ചെയ്യുക. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, എന്തായാലും കുറേ വലിച്ചു നീട്ടുന്നുണ്ട്. അതുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ മൂപ്പര് കടലൊക്കെ ഉണ്ട്. ഇതാണ് കൊച്ചി ബോട്ട് ജെട്ടിയുടെ ഉൾഭാഗം. ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോസ് നേരെ പോയിട്ട് ഫ്രണ്ടിലൊക്കെ നിന്ന് ഓൻ്റെ വിചാരം കുഴപ്പമില്ല, കയറി പോയിക്കോ. ഓൻ്റെ വിചാരം ഇപ്പോൾ എന്നിട്ട് വരിക്ക് നിർത്തിക്കാൻ പറഞ്ഞു. ഇപ്പോൾ വരിക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈവനിങ് ടൈമാണ്. ഒരു 4 മണി സമയമായിട്ട്, 4 അല്ല 5 മണി സമയമായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ ഫോട്ടോ വെച്ചിട്ട് വന്നിട്ട് ഇത് ബോട്ട് ജെട്ടീൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് അവിടെ വരിയൊക്കെ ഉണ്ട്. ഇതാണ് കൊച്ചിൻ ബോട്ട് ജെട്ടിയുടെ ഉൾഭാഗം. അവിടെ ആരൊക്കെ വെയിറ്റൊക്കെ ചെയ്ത് നിൽക്കുന്നു. ഈ സമയത്ത് ചെറിയ വരിയായിരുന്നു. ഇപ്പം നോക്കിയാൽ ഭയങ്കര ആൾക്കാരായി, നല്ല തിരക്കുണ്ട്. വൈകുന്നേരം അങ്ങോട്ടേക്ക് ഒന്നുണ്ട്. അതാ വരുന്നുണ്ട്. സ്ലോ മോഷനിലൊക്കെ എത്തി. 6 രൂപ 12 രൂപയ്ക്ക് ഫോട്ടോ വെച്ച് പോവാ. അങ്ങനെ ഏതാനും മണിക്കൂറുകളിൽ കാത്തിരിപ്പിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് ഓനവിടെ നിന്ന് കാത്തു അങ്ങനെ മുമ്പിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തിട്ട് വേണം കയറി പോകാൻ. അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളായിരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് അറിയാലോ, ഈ എന്തിനാ പറയുന്നത്. അറിയാത്ത ആൾക്കാരുണ്ടാവും. സ്വഭാവം കണ്ടുക്കോ, ടിക്കറ്റ് കൊടുത്തിട്ട് അവരൊക്കെ പോയി കഥയും പറഞ്ഞു. ഒരു എന്തും മനസ്സാടല്ലേ. മിക്കവാറും നിന്നൊക്കെ പോകേണ്ടി വരും. ആ കിലോമീറ്ററുകളോളൊന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. നിന്ന് ആസ്വദിക്കാം. ഇതാ ബോട്ടിലാണ് പോകുന്നത്. പള്ളിപ്പെരുന്നാളാണ്. ഒരു പള്ളിപ്പെരുന്നാൾ കാണുന്ന വേറൊരു സംഭവമാണേ. നമ്മളെ ബോട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിക്കുക. അപ്പം അതിൻ്റെ ഒരു ബോട്ട് അതിനോട് ചേർത്ത് നിർത്തിയിട്ട് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് അതിൻ്റെ പാസിങ് വരുന്നത്. ഇത് വേറെ ബോട്ടിൽ വന്ന ആൾക്കാരാണ്. ഒരു ഈ പാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി അപ്പുറത്തേക്ക് ഇറങ്ങി കമ്പനിയിൽ വന്നു. ഫോട്ടോ എടുക്കാൻ മതി. അവിടെ ബോട്ട് ചെട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഓടിച്ചു വിട്ടുപോലെ. നമ്മള് അവിടെ ക്യാമറ ഫോട്ടോ അല്ലല്ലേ, ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ലാട്ടി ഓടിച്ച് ഇതാണ് കൊച്ചിൻ ഫോട്ടോ വെച്ച് ഇറങ്ങി അവിടെ ഉള്ളൊരു ഫോട്ടോ ആണത്. അതാണ് പരിപാടിയൊന്നും ഇല്ലാണ്ട് വിജനമായി കിടക്കുന്ന നമ്മുടെ ഫോട്ടോ വെച്ച്. കുറച്ച്
കുറച്ചും കൊണ്ട് നടക്കാണ്ട് ഇറങ്ങിയിട്ട് അവിടെ വരെ ജങ്കാറൊക്കെ വരുന്ന അപ്പുറത്ത്. ഞാനിവിടെ ഒരു പരിപാടി അങ്ങനെ എന്തെങ്കിലുമുള്ള പരിപാടിക്കേ വന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഫ്രീ ടൈമിന് അങ്ങനെ വന്നില്ല. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എടാ റോഡ് പണിയാ മൊത്തത്തിൽ ഇതാക്കിന്. ഫോർട്ടുച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെയുള്ള എല്ലാ ചുമരും ഇവിടെയുള്ള കലാകാരന്മാരെ കലാവിരുതുകൾ കാണും. അതല്ലേ അത് പൈപ്പിൻ്റെ പണിയാണ്. ഇത് നമ്മളെ സർക്കാർ എവിടെ പോയി കഴിഞ്ഞാലും വേറൊരു വൈബുണ്ട്. റോഡ് നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് പൈപ്പ് ലൈൻ പിന്നെ കുഴപ്പമില്ല. സാധാരണ ഞങ്ങളെ നാട്ടിലൊക്കെ റോഡ് പണി കഴിഞ്ഞതിൻ്റെ 3-ാം നാളാണ് സാധാരണ പൈപ്പിൻ്റെ റോഡ് വയ്ക്കുക. അങ്ങനെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. കൊള്ളാം. ഇതിന് ഈവനിങ് വ്യൂ ആണ്. ഇതിപ്പോൾ അതിൻ്റെ മെയിൻ ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബോട്ട് കെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് നമ്മളെ ഫോർട്ടുച്ചി പള്ളി. ഫോർട്ടുച്ചി നമ്മളെ ബോട്ട് കെട്ടി കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണുന്ന പിന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് നോമ്പ് തുറന്ന് നേരെ തിരിച്ച് പോകണം. ഒന്ന് ഇരുടാകുമ്പോഴത്തേക്ക് പോകണം. കാരണം ഇന്നലത്തെ വീഡിയോ ഞങ്ങൾ മറ്റേ കുമ്പളങ്ങിൻ്റെ വീഡിയോ കണ്ടാലറിയാം. ഈ ഗോപ്രോന് നൈറ്റ് വിഷൻ ഭയങ്കര ചെറിയൊരു സീനിലുണ്ട്. കാരണം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സെറ്റിങ്സ് അറിയായിട്ടാണോ ലൈറ്റിങ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ലൈറ്റിങ് ഉള്ള സമയത്ത് മാക്സിമം വീഡിയോ എടുക്കുക, ലൈറ്റിങ് പോകുന്ന സമയത്ത് വിശ്രമിക്കുക. അതാണ് ഇനിയുള്ള പാറ്റേൺ. ഫ്ലാഷ് അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയിൽ അദ്ദേഹം ഫ്ലാഷ് അടിച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഒന്നരും മൂപ്പര് നീ ഏതാടാ എന്നുള്ള വൈവില പോയ. കഴിഞ്ഞ ന്യൂ ഇയർ ടൈമിന് ഇവിടെ വന്ന് കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ ന്യൂ ഇയറിന് ഇവിടെ വന്ന് അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് അടുത്ത ന്യൂയോർക്കിൽ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ന്യൂയോർക്കിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞൊരു ന്യൂ ഇയറും കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അതേ സ്ഥലത്തെത്തി. ഈ സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ ന്യൂ ഇയറിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ന്യൂ ഇയർ ഇത്ര വലിയ സീനില്ലായിരുന്നു പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ന്യൂ ഇയർ അസാധ്യ ക്രൗഡായിരുന്നു. ക്രൗഡ് എന്ന് പറഞ്ഞാൽ പരിപാടി പാപ്പാഞ്ഞിനെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ തിക്കും തിരക്കും കൊണ്ട് ആള് ഡെഡാവുന്നുള്ളൊരു വൈബായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് രാത്രി വണ്ടിയും കിട്ടാണ്ട് ഈ റോഡിൽ കൂടെ എവിടെ വരെ നമ്മൾ തോപ്പുംപടി വരെ ഞങ്ങൾ നടന്ന് അവിടുന്ന് ഞങ്ങൾ കടയും തുറക്കൂല, വെള്ളമില്ല. പിന്നെ വേറൊരു വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഓട്ടോ മറ്റേ രാത്രി ആയ നൈറ്റ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നൈറ്റ് 2 ട്രിപ്പ് അടിക്കുന്നത്. ഇവിടെ അതല്ല പ്രശ്നം, ഫുള്ള് റോഡ് ബ്ലോക്കിലാണ്, ഓട്ടോക്കാർക്ക് നഷ്ടം. ഓട്ടോയും ഇല്ല. അവിടെ പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ബസ് കിട്ടി. ബസ് ആര് കയറി കഴിഞ്ഞാലും ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 50 റുപ്യ എന്നുള്ള തോതിൽ ഒരു ബസ് കിട്ടി. അങ്ങനെ പോകാൻ പറ്റി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 2 കൊല്ലമായി. ഇത്ര പെട്ടെന്നാണ് കുട്ടികളൊക്കെ വലുതായത്. ഇവിടെ ഒരു സാധനം വൈബ് വരുന്നുണ്ട്. കളർഫുൾ ഫോർട്ട് കൊച്ചി ആകെയാണ്. ഇവിടെയാണ് ജങ്കാറ് വന്നിറങ്ങുന്നത്. ജങ്കാറ് വന്ന് ലാൻഡ് ആവുന്ന സ്ഥലം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് കയറിയത്. കാരണം അവിടെ ന്യൂ ഇയർ സമയത്ത് ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ നിൽക്കാനും ഇതാക്കാനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് പേര് കറക്റ്റ് അറിയില്ല. ഒരു ഫിഷ് ഐറ്റംസ് കിട്ടുന്ന ഒരു അസാധ്യ റെസ്റ്റോറൻറ്റ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ജങ്കാറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ആ ഏരിയ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അപ്സ്റ്റെയറിലാണ് ആ സ്ഥലമുള്ളത്. അന്യായ ഫുഡ് കേട്ടോ. ഫിഷ് ബോട്ടിൻ്റെ ഒരു അത്യാവശ്യം നല്ല ആ ഫിഷ് ബോട്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നല്ല കിട്ടുള്ള ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേരെന്താ ഓർമ്മയില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. ഇതാണ് അപ്പോൾ ആ സ്പോട്ട്. ഇവിടെ വന്ന് ഇവിടെയാണ് ജങ്കാറാണ്. അപ്പോൾ അവിടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വരും. അല്ലല്ല, അത് കോൾക്കാട്ടി പാലസ് ഒന്നുമല്ല. അതാണ് സ്പോട്ട്. അതാണ് കരയുടെ അങ്ങേയറ്റത്ത് മുംബൈ, ഈ കയറ്റത്ത് റോക്കി ബായ് എന്ന് പറഞ്ഞ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. ജങ്കാറിന് ടിക്കറ്റ് എടുക്കുന്ന ഏരിയ. മറ്റേത് കണ്ടില്ലേ, നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. മൂപ്പരാണ് ടിക്കറ്റ് കൊടുക്കുന്ന മൂപ്പര്. അത്യാവശ്യം തിരക്കും. ഓടാണ് ആളെ 2 മിനിറ്റ് ഓടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് മറീന എന്നാണ് അതിൻ്റെ പേര്. പോയിട്ട് കഴിക്കേണ്ടവർക്ക് കഴിക്കുക. ഒരു അന്യായ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് കഴിച്ചില്ല നമ്മൾ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ
ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഫുഡായിരുന്നു അവിടുത്തെ. സീ ഫുഡ് ലവേഴ്സിനൊരു പറ്റിയ സ്പോട്ടാണ്. ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സാണ് ഫോർട്ട് കൊച്ചിനെ ബാക്കിയുള്ള ഏരിയാസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ പറയുകയാണെങ്കിൽ വ്യത്യസ്തമാക്കുന്നത് ഫോർട്ട് കൊച്ചിയുടെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സാണ്. എന്താണത്? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സ്, ഫോറിനേഴ്സ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എന്താ പറയുക ആ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു സാധനം. വാട്ടർ മെട്രോ തുറന്നിട്ടില്ല. കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇല്ലടാ, കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എഴുതിയിട്ടുണ്ട്. ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. കുറച്ച് ഇരുട് മൂടിയതാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റിംഗ് ഉണ്ട്. സത്യത്തിൽ ഉള്ള പരിപാടി. എൻ്റെ മോന് ഈ സാധനത്തിലൊക്കെ രാവിലെയാണ് മീൻ പിടിക്കുക എന്നാണ് പറഞ്ഞത്. അവിടെ കുറച്ച് വീശുകാരൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കല്ലേ സാരേ. ഇതിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ആ ഇപ്പുറ സൈഡാണ്. ഇതാ അവിടെ ആ ഒരു സെറ്റപ്പ്. ഇതൊരു സമ്മിശ്രമായ ഒരു ഏരിയ ആണ്. ഇതവിടെ ഒരു മൂപ്പര് വീശുണ്ട്, ഒരു വല വീശിയിട്ടുണ്ട്. സാധനം നോക്കി നോക്കാം നമുക്ക് എന്തേലും ഉണ്ടോ. കുറേ വീശുകാരുണ്ട് കേട്ടോ അവിടെ. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ മൂപ്പരും വീശിയിട്ട് വരുന്നുണ്ട്. ആ ഇതിലൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുടിക്കുന്നുണ്ട്. വേറെ ഐറ്റം കുടിക്കുന്നുണ്ട്. ആ മീനെ കഴിക്കാൻ പറ്റൂല, പിന്നെന്താ കളയുന്നത്? അങ്ങനെ നമ്മളെ ഫോട്ടോ എടുത്ത് സഹായിച്ചൊരു മൂപ്പരാണ് കേട്ടോ. നമ്മളെ പേരെങ്ങനെയായിരുന്നു? പേര് നാം സാധൻ. गाँव क्या किधर है? कलकत्ता से. മൂപ്പരാണ് ഫോട്ടോ എടുത്ത് തന്നത്. അപ്പോൾ ഫോട്ടോ എടുത്ത ആളെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നാണല്ലോ നിയമം. അപ്പോൾ മീൻപിടുത്തും പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ ജോറായിട്ട് നടക്കുന്നുണ്ട്. ആ മൂപ്പരത് കഴിക്കൂല പറഞ്ഞിട്ട് മൂപ്പരത് കളയാൻ നോക്കിയപ്പോൾ മൂപ്പര് വേറെ ആളത് എടുത്ത്. അപ്പോൾ ഫോർട്ട് കൊച്ചി ഒരു അന്യായ വൈബാണ് സംഭവം. ഈ നമ്മളിപ്പോൾ തുടങ്ങി ഇവിടെ എത്തി ഒരു നമ്മൾ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയില്ലേ ഇവിടെ വന്നപ്പോൾ? 5:30 അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ പതുക്കെ മങ്ങി തുടങ്ങി. പക്ഷേ ഒരു അന്യായ ബ്യൂട്ടിയാണിത്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലാത്തൊരു ബ്യൂട്ടിയാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഒരു ബീച്ച് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡിങ്ങുകളാണെങ്കിലും എന്താ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഓൾഡ് ബിൽഡിങ്സ് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ബോസിനൊന്ന് കൈയാട്ടി ബോസ് അങ്ങനെ പോയി. ഇവിടെ ഇപ്പോൾ ബീച്ച് സൈഡൊക്കെ ഈവനിങ് ഉള്ള ഒരു ഇതാണ്. അവിടെയാണ് മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെ കുറേ ആൾക്കാർ വൈകുന്നേരം വന്ന് കാറ്റും കാര്യങ്ങളൊക്കെ കൊള്ളുന്നുണ്ട്. സാലി റോക്കി ബായി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ കൊച്ചി വ്ളോഗിൻ്റെ എപ്പിസോഡ് 2 ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഇവിടെ എവിടെയാണോ ഞങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് തൊട്ട് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ടാവും എന്ന് വിചാരിക്കുന്നു. ചില സമയത്ത് ഒരു 3-4 സെൻറ്റിമീറ്റർ മാറും, അത് കുഴപ്പമില്ല, പക്ഷേ സ്റ്റാർട്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അൻറ്റിൽ ദാൻ ബൈ.